ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കാലമതിനന്ത്യത്തോടടുത്തിരിക്കയാൽ കൺമതെല്ലാം മായ എന്നുറച്ചിടുന്നു ഞാൻ. കാലമതിനന്ത്യത്തോടടുത്തിരിക്കയാൽ കൺമതെല്ലാം മായ എന്നുറച്ചിടുന്നു ഞാൻ. കാന്തനെ വരവിനെത്ര താമസം വിഭോ, കാത്തു പാരിതിൽ ഞാൻ പാർത്തിടുന്നവോ. കാന്തനെ വരവിനെത്ര താമസം വിഭോ, കാത്തു പാരിതിൽ ഞാൻ പാർത്തിടുന്നവോ. കാലമതിനന്ത്യത്തോടടുത്തിരിക്കയാൽ കൺമതെല്ലാം മായ എന്നുറച്ചിടുന്നു ഞാൻ. രാജ്യത്തോട് എതിർത്തു തോൽപ്പിച്ചിടുന്നു. ജാതിയോട് പോരിനായുധങ്ങളാ രാജ്യത്തോട് എതിർത്തു തോൽപ്പിച്ചിടുന്നു. കാന്തനെ നിൻ വരവിനെത്ര കാത്തിടേണം ഞാൻ. കാന്തനെ നിൻ വരവിനെത്ര കാത്തിടേണം ഞാൻ. വന്നു കാണാശയേറി കാത്തിടുന്നു ഞാൻ. വന്നു കാണാശയേറി കാത്തിടുന്നു ഞാൻ. കാലമതിനന്ത്യത്തോടടുത്തിരിക്കയാൽ കൺമതെല്ലാം മായ എന്നുറച്ചിടുന്നു ഞാൻ. രോഗങ്ങളും പീഡകളും ഏറിടുന്നല്ലോ. ക്ഷാമവും ഭൂകമ്പങ്ങളും വർദ്ധിച്ചിടുന്നേ. രോഗങ്ങളും പീഡകളും ഏറിടുന്നല്ലോ. കാന്തൻ തൻ വരവിൽ ലക്ഷ്യമെങ്ങും കാണുന്നേ. കാന്തൻ തൻ വരവിൽ ലക്ഷ്യമെങ്ങും കാണുന്നേ. വേഗം വന്നെന്നാശ തീർത്തു ചേർത്തു കൊള്ളണേ. വേഗം വന്നെന്നാശ തീർത്തു ചേർത്തു കൊള്ളണേ. കാലമതിനന്ത്യത്തോടടുത്തിരിക്കയാൽ കൺമതെല്ലാം മായ എന്നുറച്ചിടുന്നു ഞാൻ. മധ്യവാനിൽ ദൂതരൊത്തു കാന്തൻ വരാറാ. കാഹളത്തിൻ നാദമെന്റെ കാതിൽ കേൾക്കാറാ. മധ്യവാനിൽ ദൂതരൊത്തു കാന്തൻ വരാറാ. കാത്തിരിക്കും ശുദ്ധരെ താൻ ചേർത്തു കൊള്ളാറാ. കാത്തിരിക്കും ശുദ്ധരെ താൻ ചേർത്തു കൊള്ളാറാ.
ചെയ്യാറാ, തേജസ്സേറും പൊന്മുഖത്തെ മുത്തം ചെയ്യാറാ, കാലമതിനന്ത്യത്തോടടുത്തിരിക്കയാൽ കൺമതെല്ലാം മായയെന്നുറച്ചിടുന്നു ഞാൻ, കാലമതിനന്ത്യത്തോടടുത്തിരിക്കയാൽ കൺമതെല്ലാം മായയെന്നുറച്ചിടുന്നു ഞാൻ. ദൈവാതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനം കേൾപ്പാൻ ഒരിക്കൽ കൂടി നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. ന്യായപ്രമാണപ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ശുദ്ധീകരിക്കപ്പെടുന്നു എന്നാണ്. എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടുന്നതെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പഴയ നിയമത്തിൽ ഇതാണ് ന്യായപ്രമാണം. ന്യായപ്രമാണ യുഗം കഴിഞ്ഞ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് മുതൽ കൃപായുഗത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ആ പഴയ നിയമകാലത്ത് യേശുക്രിസ്തു കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് ന്യായപ്രമാണ യുഗം മുതൽ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് ശുദ്ധീകരണം വരുത്തുവാൻ ദൈവത്തിൻ്റെ വചനത്തിൽ വ്യവസ്ഥകളുണ്ടായിരുന്നു. അതാണ് നാം വായിച്ചു കേട്ടത്. ന്യായപ്രമാണ പ്രകാരം ഏകദേശവും സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. പഴയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ പാപങ്ങൾക്കെല്ലാം എന്തിന് പരിഹാരമുണ്ട് എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതെല്ലാം യാഗം മൂലമായിരുന്നു. മൃഗങ്ങളെ, പക്ഷികളെ, പ്രിയപ്പെട്ടവരെ, അതിനെ യാഗം കഴിച്ച് അതിൻ്റെ രക്തം കൊണ്ട് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് മോചനം കിട്ടിയിരുന്നു പഴയ നിയമത്തിൽ. അതാണ് പുതിയ നിയമത്തിൽ അപ്പോസ്തലൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ന്യായപ്രമാണപ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. സകല പാപങ്ങൾക്കും ന്യായപ്രമാണത്തിൽ ശുദ്ധീകരണമുണ്ട്, അതിന് വ്യവസ്ഥയുണ്ട്. ഇന്നിന്ന പാപങ്ങൾക്ക് ഇന്നിന്ന യാഗം കഴിക്കണമെന്ന് പഴയ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. അതാണ് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു പാപം ജീവിതത്തിൽ വന്നാൽ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ അതിന് മോചനമില്ല. രക്തത്താലാണ് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് മോചനമെന്ന്, പരിഹാരമെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവിക വ്യവസ്ഥയാണ്, മനുഷ്യനുണ്ടാക്കിയതല്ല. രക്തം മൂലമാണ് മനുഷ്യന് ശുദ്ധീകരണം ലഭിക്കുന്നതെന്ന്. നമ്മുടെ കൂട്ടായ്മയിൽ വരികയും ധാരാളമായി തിരുവചനം കേൾക്കുകയും മാനസാന്തരമെന്നും വീണ്ടും ജനനമെന്നും ശുദ്ധീകരണമെന്നും എല്ലാം നാം ധാരാളമായി കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ എങ്ങനെയാണ് ശുദ്ധീകരണം പ്രാപിക്കുന്നത്, എന്താണ് ശുദ്ധീകരണമെന്ന് അനേകർക്കും ഇന്നും അറിഞ്ഞുകൂടാത്തതാണ്. ഞാൻ ചിന്തിക്കാറുണ്ട്, അനേകരും ശരിയായ ഒരു പാപമോചനമോ മാനസാന്തരത്തിൻ്റെ അനുഭവം ലഭിക്കാത്തവരാണ്. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും എല്ലാം പറയുന്നതാണോ എൻ്റെ പാപം കർത്താവ് ക്ഷമിച്ചു തന്നു എന്ന്? വേദപുസ്തകത്തിൽ നാം പല ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തു തന്നെ ചില വ്യക്തികളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന്. ദൈവമക്കളെ, പട്ടണത്തിലേക്കും പാപിയായ ആ സ്ത്രീയെ ദൈവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ അവളെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞവനല്ല, അവിടെയും കർത്താവ് പറഞ്ഞു, നീ പൊയ്ക്കോ, ഇനി പാപം ചെയ്യരുത് എന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന്. ഒരു പാപമല്ല, അന്ന് ആ പിടിക്കപ്പെട്ട പാപത്തിന് മാത്രമല്ല, അവളുടെ ജീവിതത്തിൽ ഒരു ദിവസം വന്ന പാപത്തിന് മാത്രമല്ല, പിന്നെയോ പ്രിയപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് അവളെ ബലമായി കൊണ്ടുവന്ന, കർത്താവുമായിട്ട് അവൾ കണ്ടുമുട്ടിയ ആ ദിവസം വരെയും ആ സമയം വരെയുമുള്ള സകല പാപവും ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് അവളോട് പറഞ്ഞത്. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ എളിമയോടെ ചോദിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കിയിട്ട് എൻ്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം ക്ഷമിച്ചു തന്നല്ലോ എന്നുള്ള, എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളെല്ലാം കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് കഴുകി കിട്ടിയെന്നുള്ള ആ ഉറപ്പുണ്ടോ ദൈവമക്കളെ? നിങ്ങൾ ചിന്തിച്ച് നോക്കണം. എത്ര കാലം കൂട്ടായ്മയിൽ വന്നുവെന്നോ, എന്തെല്ലാം വേലകൾ നാം ചെയ്യുന്നുവെന്നോ, ഏതിനോടെല്ലാം നാം ചേർന്ന് നിൽക്കുന്നുവെന്നോ, അതെല്ലാം നല്ലത് തന്നെ പ്രിയപ്പെട്ട. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഒറ്റയ്ക്ക് ദൈവമക്കളെ നമുക്ക് എൻ്റെ പാപം ക്ഷമിച്ച് കിട്ടിയെന്നുള്ള, ഞാൻ നല്ലവനായതുകൊണ്ട് ഒന്നുമല്ല, എൻ്റെ കഴിഞ്ഞ കാലങ്ങൾ നല്ലതായതുകൊണ്ട് ഒന്നുമല്ല പ്രിയപ്പെട്ടവർ. എന്നാൽ കൃപയാൽ ഇന്ന് എൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. എന്ത്? എൻ്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം കഴുകി കിട്ടിയെന്ന്, കഴിഞ്ഞ കാലങ്ങളെല്ലാം ക്ഷമിച്ച് കിട്ടിയെന്ന്. ദൈവമക്കളെ, കൃപയാലുള്ള ആ സൗജന്യമായ
ആ നീതീകരണവും പാപക്ഷമയും കർത്താവ് എനിക്ക് തന്നിരിക്കുന്നു എന്ന്. ദൈവമക്കളെ, അത് ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് മാത്രമുള്ളതാണോ? അല്ല. യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരുന്ന, തൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറയുന്ന, ഞാനൊരു പാപിയാണെന്ന് തിരുമുമ്പാകെ സമ്മതിക്കുന്ന, പ്രിയപ്പെട്ടവരെ, ഇനി പാപം കൂടാതെ ജീവിക്കുമെന്ന് ജീവിതത്തിൽ തീരുമാനമുള്ള ഏതോ ഒരു മനുഷ്യനും വേണ്ടിയാണ് യേശുക്രിസ്തു കുരിശിൽ രക്തം ചിന്തിയത്. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിക്കണം, വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം. എനിക്ക് പാപമോചനം കിട്ടിയിട്ടുണ്ടോ? എനിക്ക് തിരുരക്തത്താൽ കഴുകൽ കിട്ടിയിട്ടുണ്ടോ? ഞാൻ ഈ കൂട്ടായ്മയിൽ വന്ന് വചനമെല്ലാം കേട്ടു, എന്നാൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ എന്ന്. പ്രിയപ്പെട്ട, അങ്ങനെ ഒരു അനുഭവം നമുക്കില്ല എങ്കിൽ നമുക്ക് ജീവിതത്തിൽ ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയുകയില്ല. ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളരാൻ കഴിയുകയില്ല. ഞാൻ എപ്പോഴും പറയും ദൈവമക്കളെ, മാനസാന്തരം എന്നത് പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് വരിക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ പടി. ആ ചവിട്ടുപടി നാം ചവിട്ടിയിട്ടുണ്ടോ ദൈവമക്കളെ? അവിടുന്ന് നമ്മുടെ ജീവിതം ആരംഭിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട, ക്രിസ്തുവിനോട് ആ വിട്ടുപിരിയാത്ത ഒരു സ്നേഹബന്ധം നമ്മുടെ ജീവിതത്തിലുണ്ടോ? പട്ടണത്തിലേക്കും പാപിയായിരുന്നുവെങ്കിലും, അവളെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടതാണെങ്കിലും, അവൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമെന്നാണ് ദൈവമക്കളെ. എന്ത്? അവളുടെ ഹൃദയത്തിൽ ഒരു സ്നേഹത്തിൻ്റെ അഗ്നി കത്താൻ തുടങ്ങി. അവൾ യേശുവിനെ അന്വേഷിക്കാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിൽ ആ സ്നേഹത്തിൻ്റെ അഗ്നി കത്തിയിട്ടുണ്ടോ? യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം, തിരുവചനത്തിനോടുള്ള സ്നേഹം, സത്യവചനം കേൾക്കുന്ന കൂട്ടായ്മയോടുള്ള സ്നേഹം, നമ്മളെ നടത്തുന്ന ദൈവമക്കളോടുള്ള സ്നേഹം, പ്രിയപ്പെട്ട ദൈവമക്കൾ പരസ്പരം കണ്ടുമുട്ടുമ്പോഴുള്ള ആത്മാവിൻ്റെ സന്തോഷം, അത് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന്. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട, നാം പിന്നെയും തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 4:3 നാം വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവമക്കളെ, നമ്മെക്കുറിച്ച് നിത്യനായ ദൈവത്തിൻ്റെ ഇഷ്ടം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഞാനും നിങ്ങളും ശുദ്ധീകരണം പ്രാപിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ഒരിക്കലായി കഴുകൽ പ്രാപിച്ച് തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ പാപ സ്വഭാവങ്ങളുടെ മേൽ, നമ്മുടെ ആളത്വത്തിൻ്റെ മേൽ എല്ലാം നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയണം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. നമുക്കങ്ങനെ ഒരു അനുഭവം പ്രാപിക്കാൻ കഴിഞ്ഞു? അല്ല, അതിലേക്ക് ഒരു കാലെടുത്ത് വെച്ച അനുഭവം നമുക്കുണ്ടോ എന്ന്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവമക്കളെ, കൂട്ടായ്മ കൂടിയോടെ ആയില്ല. കൂട്ടായ്മ കൂടുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്ക് കൃപയാൽ ദൈവത്തിൻ്റെ വചനം കേൾക്കാം, സത്യത്തിൻ്റെ വചനം നമുക്ക് കേൾക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ സ്ഥാപിത താല്പര്യങ്ങളൊന്നുമില്ലാത്ത മനുഷ്യൻ സ്വർഗരാജ്യത്തിൽ എത്തണമെന്നുള്ള, മനുഷ്യൻ പാപം വിട്ട് ക്രിസ്തു കുരിശിൽ വാഗ്ദത്തം ചെയ്തു തന്നിരിക്കുന്ന ആ പാപക്ഷമയും സമാധാനവും അനുഭവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു ജീവിതം നയിക്കണമെന്ന് മാത്രം പഠിപ്പിക്കുന്ന ഒരു രംഗത്ത് വന്നു പറ്റുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. വായിക്കണം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ഈ ഭൂമിയിലെ മനുഷ്യരോടെല്ലാം സമാധാനമായി നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞുവെങ്കിലേ നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയുള്ളൂ എന്ന്. മനുഷ്യരോടുള്ള ബന്ധത്തിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, മനുഷ്യരോടുള്ള ബന്ധത്തിൽ നമുക്ക് പകയും വിദ്വേഷമില്ലാതെ, ഇഷ്ടക്കുറവും മുഷിച്ചിലുമില്ലാതെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നാം ശുദ്ധീകരണം പ്രാപിച്ചെങ്കിലേ അത് നടക്കുകയുള്ളൂ എന്ന്. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് പുതിയ നിയമത്തിൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമായി യേശുക്രിസ്തു കുരിശിൽ രക്തം ചിന്തിയെന്ന്? 1 യോഹന്നാൻ 1:7 നാം വായിക്കുന്നുണ്ട്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ദൈവമക്കളെ, ഒരു പാപമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാപമല്ല, ഇത്ര കൊല്ലത്തെ പാപമല്ല, പിന്നെയോ ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി അവന്റെ കുറവുകളെല്ലാം ഏറ്റുപറയുന്ന, അവന്റെ പാപത്തെയോർത്ത് അനുദപിക്കുന്ന ആ നിമിഷം വരെയുമുള്ള അവന്റെ പിൽക്കാല പുറകാല ജീവിതത്തിലെ സകല പാപങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മോചനമുണ്ടെന്ന്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന്. ദൈവമക്കളെ, അതെങ്ങനെ നമുക്ക് അനുഭവിക്കാൻ കഴിയും? ഇന്ന് അനേകർക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ ഒരു അനുഭവമായിട്ട് കിട്ടിയിട്ടില്ല.
പലപ്പോഴും പാപങ്ങളൊക്കെ ഏറ്റുപറയുന്നുണ്ട്, പല തീരുമാനങ്ങളും എടുക്കുന്നുണ്ട്, നാം മുടങ്ങാതെ കൂട്ടായ്മയിൽ വരുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തു എൻ്റെ പാപം ക്ഷമിച്ചു എന്നോ, യേശുവിൻ്റെ രക്തം കൊണ്ട് ഒരു കഴുകൽ പ്രാപിക്കാൻ എനിക്ക് കഴിഞ്ഞുവെന്നോ അനേകർക്ക് ഇന്നും ഹൃദയത്തിലൊരു പ്രാഗൽഭ്യമില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഈ ലോക ജീവിതത്തിൽ ഒരു ജയജീവിതം നയിക്കുവാനോ പ്രാഗൽഭ്യമുള്ള ഒരു സാക്ഷ്യം പറയുവാനോ യേശുക്രിസ്തു എന്നെ രൂപാന്തരപ്പെടുത്തിയെന്നും എൻ്റെ പാപം ക്ഷമിച്ചുവെന്നും എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം എനിക്ക് കഴുകി കിട്ടിയെന്നുള്ള ആ ഉറപ്പുണ്ടെങ്കിലേ നമുക്ക് പ്രിയപ്പെട്ടവരെ തുടർന്നുള്ള ജീവിതത്തിൽ ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ താഴെ നമുക്ക് വായിക്കാം, 1 യോഹന്നാൻ 1:8 വായിച്ചേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിലില്ലാതെയായി. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വചനം കേട്ടിട്ടോ വചനം കേൾക്കാതെയോ എങ്ങനെയും ആയിക്കോട്ടെ, അവന്റെ ഉള്ളിൽ അവൻ എപ്പോഴും പറയുകയാണ്, എനിക്ക് വലിയ പാപമൊന്നുമില്ല, ഈ പറയുന്ന പോലുള്ള പാപങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലില്ല, ഞാൻ ഒരുവിധം നന്നായിട്ട് ജീവിക്കുന്നവനാണ് എന്നൊരു വ്യക്തിയുടെ ഉള്ളിൽ തോന്നുന്നുവെങ്കിൽ, അവൻ എനിക്ക് പാപമില്ല എന്നൊരു മനുഷ്യൻ പറയുന്നുവെങ്കിൽ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് സത്യം അവനിൽ ഇല്ലാതെ പോയി എന്ന്. പ്രിയപ്പെട്ടവരെ, എന്താണ് സത്യം? സത്യം യേശുക്രിസ്തുവാണ്, യേശുക്രിസ്തുവിന്റെ വചനമാണ്, പരിശുദ്ധാത്മാവിന്റെ ആലോചനയാണ്. അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, എനിക്ക് പാപമില്ല, ഞാൻ നീതിമാനാണ്, മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നുന്നുവെങ്കിൽ ഒരു കാര്യം സത്യമാണ്, അവൻ്റെ ഉള്ളില് സത്യമില്ല, അവൻ്റെ ഉള്ളില് യേശുവില്ല, അവൻ്റെ ഉള്ളിൽ വെളിച്ചമില്ല, അവന് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന പാപമൊന്നും ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നീതിമാനാണെങ്കിൽ എനിക്ക് പാപമില്ല എന്ന് ഒരു മനുഷ്യന് പറയാൻ കഴിയുന്നത്. അതിന്റെ 10ാമത്തെ വാക്യം വായിച്ചേ. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ ഒരു അസത്യവാദിയാക്കുന്നു. മനുഷ്യൻ അതിനോട് ചേർത്ത് എഴുതിയിരിക്കുകയാണ്, പാപം ചെയ്തിട്ടില്ല എന്ന് ഞാനും നിങ്ങളും പറയുന്നുവെങ്കിൽ നാം ദൈവത്തെ കള്ളൻ അല്ലെങ്കിൽ അസത്യവാദിയാക്കുകയാണ്. ദൈവം പറഞ്ഞ വചനമെല്ലാം തെറ്റാണ്, അത് കള്ളത്തരമാണെന്ന് നാം പറയുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം ദൈവത്തെ അസത്യവാദിയാക്കുന്നു. വായിച്ചോ. അവന്റെ വചനം നമ്മിലില്ലാതെയായി. അവന്റെ വചനം നമ്മിലില്ലാതെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന രംഗത്ത് നാം വന്നിരുന്നെങ്കിലേ നമുക്ക് പാപബോധം ലഭിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ ആലോചന കേൾക്കുമ്പോഴാണ് മനുഷ്യഹൃദയം രൂപാന്തരപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. എനിക്ക് പാപമുണ്ട് അല്ലെങ്കിൽ കുറവുണ്ട്, ഞാൻ തെറ്റുള്ളവനാണെന്നുള്ള ഒരു ബോധ്യമാണോ നമ്മെ ഭരിക്കുന്നത്? അതോ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒരുവിധമൊക്കെ നന്നായിട്ടാണ് ജീവിക്കുന്നതെന്നുള്ള ഒരു ചിന്തയാണോ നിങ്ങളെ ഭരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ചിന്തകൾ നമ്മെ ഭരിക്കുന്നുവെങ്കിൽ സത്യത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലില്ല, യേശുക്രിസ്തുവാകുന്ന വെളിച്ചം നമ്മുടെ ഹൃദയത്തിലില്ല. നാം ദൈവവചനത്തെ അത് ഭോഷ്കാണ്, കള്ളത്തരമാണ് എന്നെല്ലാമാണ് നാം പറയുന്നതെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. നമുക്ക് എളിമയുണ്ടോ? നമുക്ക് പാപബോധം ലഭിച്ചിട്ടുണ്ടോ? വായിക്കാം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ചു സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ തൻ്റെ പാപം വാസ്തവമായി അനുതാപത്തോടെ ഹൃദയനുറുക്കത്തോടെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു എന്ന്. അതെങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുന്നത്? അതാണ് വിശ്വാസം. യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ കഴിയുള്ളൂ. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ പാപം ക്ഷമിക്കുന്നവനാണ്, വിശ്വസ്തനാണ് എന്നാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. നമ്മുടെ പാപം ഏറ്റുപറഞ്ഞ് ഒരു പുതുക്കത്തിൻ്റെ അനുഭവം നമുക്ക് വന്നിട്ടുണ്ടോ? ദൈവമക്കളെ, നാം ഇങ്ങനെ പോയതുകൊണ്ട് ഒരു പ്രയോജനമില്ല കേട്ടോ. ശരിയായൊരു മാനസാന്തരത്തിൻ്റെ അനുഭവം നമുക്ക് പ്രാപിക്കാൻ കഴിയും. ദൈവമക്കളെ, കൂട്ടം കൂടിയുള്ള ഈ ആത്മീയ ജീവിതവും കൂട്ടായ്മ ജീവിതവും എല്ലാം ഒരു ദിവസം തീർന്നു പോകും. പ്രിയപ്പെട്ടവരെ, നാം ഒറ്റയ്ക്ക് വലിയൊരു യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുന്ന ദിവസമുണ്ട്. അന്ന് നാം പകച്ചു പോകുമോ? അന്ന് നാം നിരാശപ്പെട്ടു പോകുമോ? ദൈവമക്കളെ, നിങ്ങൾ ചിന്തിക്കണം. ഇന്ന് ഈ നല്ല കാലത്ത് കൃപയുടെ വചനം നമുക്ക് കിട്ടുമ്പോൾ, ധാരാളമായി ദൈവത്തിൻ്റെ വചനം നമുക്ക് കിട്ടുമ്പോൾ, നമ്മുടെ പാപം ഏറ്റുപറയുവാനും അത് ഉപേക്ഷിക്കുവാനും യേശുക്രിസ്തുവിന്റെ പാപം ക്ഷമിച്ചു എന്നുള്ള ആ ഉറപ്പ് പ്രാപിക്കുവാനും നമുക്ക് കഴിയേണ്ടതാണ്. വായിക്കാം. നമുക്ക് എബ്രായർക്കെഴുതിയ 9-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം വായിക്കാം. ക്രിസ്തുവും അങ്ങനെ തന്നെ
അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, പഴയ നിയമം പഠിക്കുമ്പോൾ അപ്പോഴപ്പോൾ വരുന്ന പാപങ്ങൾക്ക് കൂടെ കൂടെ യാഗം കഴിക്കേണ്ടിയിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നാം വായിക്കുകയാണ്, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. ദൈവമക്കളെ നാം മനസ്സിലാക്കണം, പാപങ്ങളുടെ പരിഹാരമാകുന്ന ആ യാഗം കുരിശിൽ അവസാനിച്ചിരിക്കുകയാണ്. പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ വണ്ണം നമ്മുടെ കർത്താവ് അവസാനത്തെ യാഗമായിട്ട് കാൽവറിയിൽ അർപ്പിക്കപ്പെട്ടു എന്ന്. പ്രിയപ്പെട്ടവരെ, എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ഇനി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗം കഴിക്കാൻ നാം നടക്കണ്ട. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും അതിനു വേണ്ടി നാം പകരമായി കൊടുക്കണ്ട. നമ്മുടെ പണമോ നമ്മുടെ അധ്വാനമോ തീർത്ഥാടനമോ നേർച്ചകളോ കാഴ്ചകളോ ഒന്നുമല്ല. പിന്നെയോ അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, അനേകരുടെ പാപം വഹിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. ദൈവമക്കളെ, നമുക്കത് വിശ്വാസം വരണമെന്ത്? എൻ്റെ സകല പാപത്തിനും വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചതെന്ന്. ഇവിടെ തിരുവചനം നാം പഠിക്കുമ്പോൾ വായിക്കുന്നുണ്ട്, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നുവെന്ന് നാം വായിക്കുന്നുണ്ട്. അനേക ദൈവമക്കളുടെ ജീവിതത്തിൽ കൊടിയ കഷ്ടതകളും വലിയ യാതനകളും എല്ലാം വന്ന് അവർ ശുദ്ധീകരണം പ്രാപിച്ചു എന്ന്. പഴയ നിയമത്തിൽ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇയ്യോബ്. പ്രിയപ്പെട്ട ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ കഷ്ടതയുടെയും രോഗങ്ങളുടെയും നഷ്ടങ്ങളുടെയും വിയോഗങ്ങളുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും പരിഹാസങ്ങളുടെയും നിന്ദനങ്ങളുടെയും എല്ലാം നടുവിലൂടെ ഭക്തനായ ഇയ്യോബ് കടന്നുപോയി എന്ന്. ദൈവമക്കളെ, ഇയ്യോബിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ അതിലൊന്നും ഇയ്യോബ് വീണ് മുങ്ങിപ്പോയില്ല. പിന്നെയോ ആ കഷ്ടതയാകുന്ന തീച്ചൂളയിലൂടെ ദൈവം അവനെ കടത്തിവിട്ടപ്പോൾ അവനെ ദൈവം കണ്ട സ്ഥലത്ത് ഇരുത്തുവാൻ തക്കവണ്ണം അവനെ ശുദ്ധീകരിച്ചു എന്ന്. ദൈവമക്കളെ, ഇയ്യോബിനെ ദൈവം കഷ്ടതയുടെ തീച്ചൂളയിലൂടെ പുതുക്കി അല്ലെങ്കിൽ രൂപാന്തരപ്പെടുത്തി എടുത്തു എന്ന് തിരുവചനം നാം വായിക്കുന്നുണ്ട്. മഴയത്തിൽ നാം വായിക്കുന്നുണ്ട് യൗസേപ്പിനെ കുറിച്ച്. ദൈവമക്കളെ, യൗസേപ്പിന്റെ സഹോദരന്മാര് ആ പൊത്തിവേറിന്റെ വേലക്കാർക്ക് വിറ്റ് കളഞ്ഞു. എന്നിട്ട് വിദ്യാന്യ കച്ചവടക്കാരുടെ കൊടുത്തു വിട്ടു. അവന്റെ പിന്നീടുള്ള ജീവിതം നോക്കുമ്പോൾ യൗസേപ്പ് വീണ പൊട്ടക്കിണറും അവൻ ചെന്നു പറ്റിയ സ്ഥലങ്ങളും ആ കാരാഗ്രഹവാസവും എല്ലാം ദൈവമക്കളെ നാം മനസ്സിലാക്കണം. എന്ത് വലിയൊരു വേലയ്ക്ക് വേണ്ടി, വലിയൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം അവനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ ആളത്വത്തെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവമക്കളെ നാം മനസ്സിലാക്കണം, ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ വരുന്നത് ഒന്നും അവിചാരിതമല്ല സഹോദര. രോഗമാണോ, കടമാണോ, നിരാശയുടെ വഴികളാണോ, മക്കളെ കുറിച്ചുള്ള ചിന്തകളാണോ, ഇവിടെ എന്തെല്ലാം പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴും ദൈവം ഇതിനെ നീ ഓർത്തുകൊള്ളണം, എൻ്റെ ദൈവം എന്നെ ശുദ്ധീകരിക്കുകയാണ്, എൻ്റെ ദൈവം എന്നെ പുതിയ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്, എൻ്റെ ദൈവം എന്നെ ആത്മീയ ജീവിതത്തിൽ പുതിയ പടവുകളിലേക്ക് കയറ്റി നിർത്തുവാൻ എന്നെ അഭ്യസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, രോഗം വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ നാം നിരാശപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, എന്തിനേയോ അഭിമുഖീകരിക്കാനല്ല, കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, രോഗം വരുമ്പോൾ വാടിപ്പോകരുത്, ക്ഷീണിച്ചു പോകരുത്. രോഗം വരില്ല എന്ന് ദൈവവചനത്തിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. ദൈവമക്കൾക്ക് കഷ്ടതയില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈ കഷ്ടതയാകുന്ന തീച്ചൂളയിലുള്ള സഹോദര, നിന്നെ എൻ്റെ ദൈവം കടത്തിവിടുകയാണെങ്കിൽ നീ ഓർത്തുകൊള്ളണം, നിന്നെ നിത്യതയില് തേജസ്സിന്റെ തീരത്തിരുത്താൻ എൻ്റെ ദൈവം കണ്ടതാണെന്ന്. ദൈവമക്കളെ, കഷ്ടതയും രോഗവും വരുമ്പോൾ നാം വാടിപ്പോകരുത്. മനുഷ്യന്റെ ഒരു ബലഹീനതയാണ് എന്ത്? അവന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായതൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ മുഖം വാടിപ്പോകും, ഹൃദയം തളർന്നു പോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഒരിക്കലും തളർന്നു പോകരുത്. ദൈവവചനം പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന് സ്തോത്രം, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവമക്കളെ, ലോകത്തെ ജയിച്ച, മരണത്തെ ജയിച്ച, പിശാചിനെ ജയിച്ച നമ്മുടെ കർത്താവിൻ്റെ കൂടെയാണ് നാം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ദൈവമക്കളെ, നാം ഭയപ്പെടരുത്, നാം നിരാശപ്പെടരുത്, നമ്മുടെ കാലടികൾ പുറകോട്ട് വെക്കരുത്. ചിലപ്പോൾ ലോകമനുഷ്യൻ ചോദിച്ചെന്ന് വരും, നീ വലിയ കൂട്ടായ്മക്കാരനായിട്ട് ഇങ്ങനെയാണോ എന്ന്. പ്രിയപ്പെട്ടവരെ, അതിനെല്ലാം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് ജയിക്കാൻ കഴിയണം. ഇയ്യോബിനെ ദൈവം ശുദ്ധീകരിച്ചെടുത്തു, യൗസേപ്പിനെ ദൈവം തൻ്റെ വേലയ്ക്കായിട്ട് ഒരുക്കിയെടുത്തു. ദൈവമക്കളെ, ദാനിയേലിന്റെ ജീവിതം നാം പഠിക്കുമ്പോൾ ദാനിയേൽ ഒരു തെറ്റും ചെയ്തിട്ടല്ല സിംഹത്തിന്റെ കുഴിയിലേക്ക് തള്ളപ്പെട്ടു. നാം മനസ്സിലാക്കണം, അവിടെയെല്ലാം തൻ്റെ ഭക്തന്മാരെ കാത്തു പരിപാലിച്ചൊരു ദൈവമുണ്ട്. ദൈവമക്കളെ, ആ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം, അവനെ തന്നെയാണ് നാം പിൻപറ്റുന്നത്. സഹോദര, ഒന്ന് മാത്രം മതി സഹോദര, എനിക്ക് തെറ്റ് പറ്റരുത്, എനിക്ക് പാപം വരരുത്, എനിക്ക് അഴുക്ക് പറ്റരുത്. കർത്താവെ, എപ്പോഴും നിന്റെ കൃപയിൽ എന്നെ മറച്ചു കൊള്ളണമേ എന്ന്. ദൈവമക്കളെ, എപ്പോഴും കൃപയിൽ നമ്മെ മറയ്ക്കുന്ന, ദൈവമക്കളെ, രോഗം വരുമ്പോഴും മുഖം വാടിപ്പോകാതെ നിർത്തുന്ന ഒരു യേശു കൊണ്ട്. പ്രിയപ്പെട്ടവരെ,
എൻ്റെ ജീവിതത്തിൽ 2015 എനിക്ക് തോന്നുന്നത് ഒരു മാരകമായ രോഗം വന്നു, എലിപ്പനി. അറിയാതെ പോയി, ചില ദിവസങ്ങൾ വൈകിപ്പോയി. ദൈവമക്കളെ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ആക്കി. ഞാൻ പറയട്ടെ ദൈവമക്കളെ, എനിക്ക് നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നാൽ ഇന്ന് ഞാൻ പറയും, ഒരു 3 ദിവസം കൊണ്ട് എനിക്ക് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാനോ ഒന്ന് ചാരിയിരിക്കാനോ ഒന്നും കഴിയാത്തതുപോലെ ഞാൻ ആ കിടക്കയിൽ അത്രമാത്രം അഭയം പ്രാപിച്ചു പോയി. എൻ്റെ കിഡ്നിയൊക്കെ പ്രവർത്തിക്കാതെയായി, എന്നെ ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു. ദൈവമക്കളെ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ മെഡിക്കൽ മിഷൻ്റെ ICU വാർഡിൽ നിന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്തപ്പോൾ അവിടുത്തെ ഹെഡ് നേഴ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വലിയ രോഗത്തിനിടയിലും ചിരിക്കുന്ന ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടത് ആദ്യമായിട്ടാണെന്ന്. ദൈവമക്കളെ, മരിക്കുമെന്നോ മരണഭയമോ അതൊന്നും എന്നെ ഭരിച്ചില്ല. ഏതോ ഒരു സമാധാനം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, കഷ്ടത വരുമ്പോൾ, രോഗം വരുമ്പോൾ, നമുക്ക് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോൾ നമ്മെ വിട്ട് ഓടിപ്പോകാത്തൊരു ക്രിസ്തുവുണ്ട്. ദൈവമക്കളെ, അവനെയാണ് നാം അനുധാവനം ചെയ്യുന്നത്, അവനെയാണ് നാം പിൻപറ്റുന്നത്. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ഹൃദയം ഒരിക്കലും വാടിപ്പോകരുത്, ഒരിക്കലും നാം പുറകോട്ട് മാറരുത്. ദൈവമക്കളെ, യേശു ക്രിസ്തുവിനോട് ചാരി നിൽക്കണം കഷ്ടത വരുമ്പോഴും. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പിന്നെയും പറയും, ഇന്ന് അനേക മാതാപിതാക്കളുടെ ഹൃദയം വാടിപ്പോയിരിക്കുന്നത് ദൈവമക്കളെ മക്കളെ കൊണ്ട് വളർന്നു വരുന്ന തലമുറകളെ കൊണ്ട്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, മക്കളിലേക്ക് നോക്കി നാം നിരാശപ്പെടരുത് കേട്ടോ. നിരാശയുടെ വിഷയങ്ങളൊക്കെ വരും, നാം പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായത് എല്ലാം മക്കളുടെ ജീവിതത്തിൽ വന്നു എന്ന് വരും. ഈ അപ്പനായി ഞാൻ പറയും ദൈവമക്കളെ, അവിടെയെല്ലാം നാം കുരിശിനെ അള്ളിപ്പിടിച്ചു. ഞാൻ ഒന്നുകൂടി പറയും ദൈവമക്കളെ, ഭർത്താവും ഭാര്യയും ഒരു ഹൃദയമായി നിൽക്കണം. മക്കളുടെ തെറ്റിനൊന്നും ആരും കൂട്ടു നിൽക്കരുത്. ദൈവമക്കളെ, മക്കളെ ശാസിക്കുമ്പോൾ ശാസിക്കണം, ശിക്ഷിക്കേണ്ട പ്രായത്തെ ശിക്ഷിക്കണം. ദൈവമക്കളെ, വചനം കേൾപ്പിക്കേണ്ട പ്രായത്തെ അവരെ വചനം കേൾപ്പിക്കണം. ദൈവമക്കളെ, ഞാൻ പറയും, പ്രായമായപ്പോൾ അവർക്ക് വേണ്ടേ, നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. സഹോദര, ഞാൻ പറയും, നിന്റെ മക്കൾ വഴിതെറ്റിപ്പോയി എന്നുള്ളൊരു കാരണം കൊണ്ട് നിന്റെ ആത്മാവ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല സഹോദര. നീ കളങ്കം പറ്റാതെ നിന്നോളണം. മക്കളുടെ പാപങ്ങൾക്കൊന്നും നീ ഓഹരിക്കാരനാകരുത്. ദൈവമക്കളെ, ഭാര്യയും ഭർത്താവും ഒരു ഹൃദയമായിട്ട് നിൽക്കണമെന്നാണ് തിരുവചനം പഠിപ്പിച്ചിരിക്കുന്നത്. അവരെയാണ് ദൈവം ഒരുമിച്ചാക്കിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ കാലം വരെയും മാതാപിതാക്കളുണ്ട്, ആ കാലം കഴിയുമ്പോൾ മക്കളുണ്ട്. എന്നാൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് മരണം വരെയും ഒരു ഭാര്യയും ഭർത്താവും ഒരു ഹൃദയമായിട്ട് ജീവിക്കണം. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ആരെല്ലാം പാപത്തിൽ പോയാലും, ആരെല്ലാം തെറ്റിലേക്ക് പോയാലും, ഞാൻ ഒരാള് കർത്താവേ നിന്റെ തിരുരക്തം കൊണ്ട് എന്നെ മറക്കണമേ എന്നുള്ള ആ നിരന്തര പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ടവരെ നിരാശപ്പെടാതെ നിന്നാൽ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോവുകയില്ല കേട്ടോ. ഞാൻ പറയും ദൈവമക്കളെ, അല്ല, അപ്പൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ. അതെൻ്റെ അനുഭവമാണ് പ്രിയം. എൻ്റെ മാതാപിതാക്കൾക്ക് ഈ ലോകപ്രകാരം വലിയ കഴിവുകളോ വിദ്യാഭ്യാസമോ ഒന്നും ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇന്ന് ഈ നിസ്സാരനായി ഞാൻ പറയും പ്രിയപ്പെട്ടവരെ, ഇന്ന് എൻ്റെ യേശുവിൻ്റെ വചനവുമായി എന്നെ നിൽക്കുമാറാക്കിയത് എൻ്റെ മാതാപിതാക്കളുടെ കണ്ണുനീരാണ്. ദൈവമക്കളെ, അനേക വർഷങ്ങൾ മക്കളെ ഓർത്തവർ കരഞ്ഞു. ദൈവമക്കളെ, അന്നൊന്നും യൗവനക്കാരനായ അഹങ്കാരമുള്ള എനിക്ക് അവരുടെ വേദനയോ അവരുടെ പ്രാർത്ഥനയോ ഇതൊന്നും എനിക്കറിയാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ദൈവമക്കളെ, ഇന്ന് 2 മക്കളുടെ അപ്പനായി ഞാൻ പറയും, എൻ്റെ അപ്പൻ്റെ ഹൃദയത്തിൽ അന്നുണ്ടായിരുന്ന വേദനയൊക്കെ ഇന്ന് അല്പമായി എനിക്കറിയാൻ കഴിയും. എൻ്റെ അപ്പൻ്റെ ഹൃദയത്തിലെ വേദന, അവരുടെ നെടുവീർപ്പുകൾ. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഒന്നിലേക്ക് നോക്കി ഞാൻ തളർന്നു പോകരുത് കേട്ടോ. നമുക്ക് വേണ്ടി കാൽവറിയിൽ എൻ്റെ യേശു അവൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റി തന്നിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറയും 3 വിധത്തിലുള്ള ക്രൂശീകരണത്തെക്കുറിച്ച്. 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വായിക്കാം. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എത്രേ എന്നിൽ ജീവിക്കുന്നു. ദൈവമക്കളെ, എന്ത് പ്രാഗൽഭ്യത്തോടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പഠിച്ച ആ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെയൊക്കെ ഉള്ളിൽ നല്ല ഉറപ്പ് വേണമെന്ത്. എൻ്റെ കർത്താവ് കുരിശിലേക്ക് പോയപ്പോൾ എൻ്റെ പാപവും എൻ്റെ ശാപവും എല്ലാം എൻ്റെ ശരീരത്തിൽ ചുമന്നുകൊണ്ടാണ് പോയത്. നമുക്ക് വായിക്കാം 5-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ദൈവമക്കളെ, അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ദിനംതോറും നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതാണിത്. നമ്മുടെ ജഡത്തെ പാപത്തോട് ഇഷ്ടമുള്ള, ലോകത്തോട് ഇഷ്ടമുള്ള, അശുദ്ധിയോട് ഇഷ്ടമുള്ള, ഈ ലോകത്തിൻ്റെ പലതിനോടും പറ്റുമാനമുള്ള
നമ്മുടെ ജഡമെന്ന് പറയുന്ന ആ പഴയ മനുഷ്യന്റെ ഇഷ്ടങ്ങളെയെല്ലാം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടണം. ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 6:14 കൂടി വായിക്കാം. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അപ്പോസ്തലൻ പറയാണ്, എനിക്കൊരു പ്രശംസാ വിഷയമേ ഉള്ളൂ. എൻ്റെ പഴയ ഡിഗ്രിയിലോ എൻ്റെ പാരമ്പര്യത്തിലോ ഒന്നുമല്ല. അപ്പോസ്തലൻ പറയാണ്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ദൈവം ഇതിലെഴുതി കേട്ടോ, ഒന്നിലും പ്രശംസിക്കരുത്. ലോകപ്രകാരമുള്ള ഉയർച്ചയിലോ നേട്ടങ്ങളിലോ മക്കളിലോ സമ്പാദ്യങ്ങളിലോ ഒന്നിലും പ്രശംസിക്കരുത്. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ യേശുക്രിസ്തു മുഖാന്തരം ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവമക്കളെ, അതാണ് ക്രിസ്തീയ ജീവിതം. സഹോദര, ഈ ലോകം നിന്നെ മാടി വിളിക്കുമ്പോൾ നിന്റെ ഹൃദയം പറയണമെന്ത്? ഞാൻ യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടതാണെന്ന്. അതാണ് എനിക്ക് പ്രശംസാ വിഷയമെന്ന്. എൻ്റെ ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതം ഇന്ന് ഒരിക്കൽ കൂടി കർത്താവിന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കാം. കുരിശിൽ മരിച്ച നിന്ദിതനായ ആർക്കും വിലയില്ലാതിരുന്ന യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാൻ. പ്രിയപ്പെട്ടവരെ, വിളിക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നവനാണ് യേശു. യേശു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, ഞാൻ അവന് വേണ്ടി ജീവിക്കുമെന്ന് ദൈവത്തിരുനാമം മഹത്വപ്പെടുവാനാണ്.